ആ കഴിഞ്ഞ കിന്നാരം തൽക്കാലത്തേക്ക് മഹാഭാഗ്യം. എടാ നീ എന്തിനാണ് ഇങ്ങനെ അവനിങ്ങനെ സംശയിക്കുന്ന എപ്പോഴും? ആ സംശയത്തിന് അവൻ അർഹനായതുകൊണ്ട്. ഓ അത് വിട്. എടി ഓനെന്താ നിന്നോട് സംസാരിച്ചേ? എടി അവനവന്റെ ഓരോ സങ്കടങ്ങൾ പറയുമായിരുന്നടി. എന്ത് സങ്കടം? ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് പറ. ഞാനിവിടെ നിക്കണോണ്ടല്ലേ? അതെ, നീ ഇവിടെ നിക്കണോണ്ട് തന്നെയാ. ഇനി എന്റെ വായിന്ന് എന്തെങ്കിലും അറിയാണ്ട് വീണിട്ട് വേണം നിനക്ക് അവന്റെ അടുത്ത് പോയി മെക്കിട്ട് കയറാനായിട്ട്. അയ്യോ, ഞാൻ ഒരു വെക്കിട്ടേറ്റത്തിനുമില്ല. എന്റെ പൊന്നുമോള് കാര്യം പറഞ്ഞോ. അല്ല, നിന്റെ കൈ കിടന്ന മോതിരം എന്ത്? എടി നിനക്കറിയാല്ല അവന്റെ അമ്മയുടെ കാര്യം. 2 മാസമായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക. ആ 2 മാസത്തെ EMI മുടങ്ങിയിരിക്കുക. അപ്പൊ മോളി അങ്ങോട്ട് ഊരി കൊടുത്ത്. എടി അവൻ നിർബന്ധിച്ചിട്ടല്ല, ഞാൻ അങ്ങോട്ട് ഊരി കൊടുത്തത്. അത് വിട്. എടി അതല്ലാണ്ടോ നിന്നോട് വേറെ എന്തെങ്കിലും ചോദിച്ചാ? അതല്ലാണ്ട് വേറെ എന്ത് ചോദിക്കുക? നിന്റെ പനിയുടെ കാര്യം അവൻ ചോദിച്ചു എന്നാണ് ഇവിളി ചോദിക്കണത്. അതിപ്പോ എടുത്ത് ചോദിക്കാനായിട്ടുണ്ടോ? പനി മാറി കൊണ്ടിട്ടല്ലേ ഞാൻ വന്നത്. സബാഷ്. അപ്പൊ നാളത്തെ ചായം കടി എന്റെ വക. അതെന്തിന്? അവളുടെ സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടത്തെ ചായയുടെ കിട്ടിയ ടേസ്റ്റ് അതൊരു രക്ഷയില്ല. സത്യം. എപ്പ എന്തു വാങ്ങിയാലും ഒക്കത്തിനും ഒരേ ടേസ്റ്റ്. അതെ അതെ, ചായന്റെ കടന്ന് ടേസ്റ്റ് കൂടും ഫ്രീ ആയിട്ട് കിട്ടുമ്പേ. അത് വിട്. ഞാൻ ആ ഹെയർ എക്സ്റ്റൻഷന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുത്താലോ വിചാരിക്കുന്ന. എന്താ അഭിപ്രായം? നിനക്ക് നല്ലൊരു മുടിയില്ലേ? ഇനി ഹെയർ എക്സ്റ്റൻഷന്റെ ഒക്കെ കാര്യമുണ്ടോ? അതല്ല, അനക്ക് ചെറുപ്പം മുതലേ നല്ല നീളമുള്ള മുടി വേണമെന്നേനോ ആഗ്രഹം. പാരമ്പര്യമായിട്ട് നമുക്ക് മുടിയില്ല. മുടിയില്ലെന്നല്ല, മുടിക്ക് നീളമില്ല. എടി നീ ഇത് സീരിയസ് ആയിട്ടാ പറയണെങ്കിലേ നമുക്കൊരു പണി ചെയ്യാം. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇതിന്റെ കാര്യം അന്വേഷിച്ചു ഇറങ്ങാം. അയ്യോ, നാളെ എനിക്ക് വീട്ടിൽ പോണോന്ന്. അത് അടുത്ത ആഴ്ചയിലും പോവാലോ അല്ലേ? പിന്നല്ലാതെ. വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ഇപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ആക്കാം. പക്ഷേ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒന്നിയും കൂടി കൂട്ടിയാലോ? നമുക്ക് വേണ്ടി വീട്ടിൽ പോകേണ്ടി നിൽക്കുന്നതല്ലേ, അപ്പൊ കണ്ടോട്ടെ. സെറ്റാക്കി